എൻ്റെ പേര് രമ്യ ജിൻഡോ. ഞാൻ ഓസ്ട്രേലിയ മെൽബണിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മമ്മി 2022 മെയ് 25-ാം തീയതി വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞങ്ങൾ നാട്ടിൽ മെയ് 28-ാം തീയതി വരാനിരിക്കെ എനിക്ക് അവിടെ വെച്ച് തലവേദന വന്ന് MRI ചെയ്തപ്പോൾ അതിൽ ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞു. അപ്പം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മെയ് 24-ന് എൻ്റെ സർജറി കഴിഞ്ഞു. എനിക്ക് 2 ചെറിയ മക്കൾ, 8 വയസ്സും 3 വയസ്സുള്ള 2 മക്കളും ഹസ്ബൻഡും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അപ്പോൾ പപ്പേനെയും മമ്മീനെയും അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാരണം പപ്പയ്ക്കും മമ്മിക്കും എൻ്റെ സർജറിക്ക് മുന്നേ ഇവിടെ എത്താൻ പറ്റിയില്ല അമ്മയുടെ അടുത്ത്. അപ്പം 25-ാം തീയതി വന്നാണ് എൻ്റെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ മമ്മി വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അപ്പോൾ എടുത്ത സമയത്ത് തന്നെ എൻ്റെ ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി കഴിഞ്ഞ് അത് ബ്രെയിൻ ക്യാൻസർ ആണെന്നുള്ള ഫ്രോസൺ സെക്ഷൻ റിപ്പോർട്ട് വന്നിരുന്നു. അതിന് ശേഷമാണ് മമ്മിയൊക്കെ വന്ന് എടുത്തത്. മമ്മിയൊക്കെ അത് കഴിഞ്ഞ് 27-ന് മെൽബണിൽ വന്നു അന്ന് തൊട്ട് എൻ്റെ മമ്മി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ എന്നും തൈലം പരട്ടി തരുകയും ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫോർമൽ റിപ്പോർട്ട് വന്നപ്പം അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു ക്യാൻസറായിരുന്നു എനിക്ക്. ഗ്ലയോബ്ലാസ്റ്റോമ ഗ്രേഡ് 4. അത് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും നോൺ മീതൈലേറ്റഡ് കേസ് എന്ന് പറയുന്നത്, അതായത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതിനൊരു മരുന്ന്. അപ്പം ഓൾറെഡി ബ്രെയിൻ ക്യാൻസർ ആയ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഈ മരുന്ന് എൻ്റെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു ഇത് ലെസ് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. മരുന്നിന് അസാധ്യമായിരിക്കും, പക്ഷെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും വേറെ മരുന്നില്ലാത്തത് കൊണ്ട് അവർ ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടുത്തെ വികാരിയച്ഛനെ കൊണ്ട് അത് ബ്ലെസ് ചെയ്യിപ്പിച്ച് ഓരോ കീമോ സെക്ഷനിലും അത് കഴിച്ചു. അതിനോടൊപ്പം എല്ലാ ദിവസവും വെഞ്ചിരിച്ച് ഉപ്പും തേനും, അതുപോലെ മമ്മി എന്നും എൻ്റെ തലയിൽ, എൻ്റെ മേള് തൊട്ട് താഴെ വരെ ഓരോ സ്ഥലത്തും മമ്മി തൈലം പുരട്ടി തരുമായിരുന്നു. അപ്പം അങ്ങനെ മമ്മി തൈലം പുരട്ടി തന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ റേഡിയേഷൻ അതിൻ്റെ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ റേഡിയേഷൻ്റെ സമയത്ത് എൻ്റെ പെർമനൻ്റായിട്ട് അടച്ച പല്ല് ഇളകിപ്പോന്നു. ഒത്തിരി വേദനയായിരുന്നു. അപ്പോൾ ഓൾറെഡി റേഡിയേഷൻ ചെയ്യുന്ന സമയമായതുകൊണ്ട് എനിക്ക് വേറെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ബ്രെയിനിന് സർജറി കഴിഞ്ഞുകൊണ്ട് ഒത്തിരി സിവിയറായിട്ടുള്ള പെയിൻ ടാബ്ലറ്റും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, മാതാവ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് വെഞ്ചരിച്ച് ഉപ്പും തൈലവും പരട്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ തൊട്ട് എൻ്റെ പല്ലുവേദന പൂർണ്ണമായിട്ടും മാറി. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെയോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുവാണ്. അപ്പം എനിക്ക് ബ്രെയിൻ സർജറി കഴിഞ്ഞ് എൻ്റെ കണ്ണ്, റൈറ്റ് സൈഡിലെ കണ്ണ് എനിക്ക് തുറക്കുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ജൂൺ 30-ാം തീയതി ഞാനും ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. എൻ്റെ ചേച്ചിയും ഒത്തിരി സ്വന്തപ്പെട്ടവരും ഒക്കെ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പം 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണല്ലോ. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഓഡിയോ ബൈബിൾ വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓഡിയോ ബൈബിൾ കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കേൾക്കുമ്പോഴത്തോട്ടും ഈ സർജറിയും റേഡിയേഷനും എല്ലാം കാരണം ഞാൻ അപ്പം തന്നെ ഉറങ്ങിപ്പോകുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വലത് കണ്ണിനായിരുന്നു പ്രശ്നം. വലത് കണ്ണ് അടച്ചു വെച്ച് ഇടത് കണ്ണുകൊണ്ട് മാത്രം ബൈബിൾ വായിച്ചു തുടങ്ങി. അപ്പം ഒരു 2 വീക്സ് കൊണ്ട് എൻ്റെ ഈ കണ്ണിൻ്റെ ഇത് ഫുള്ള് മാറി. വലത് കണ്ണ് എനിക്ക് അല്ലാതെ എന്നെ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും എൻ്റെ കണ്ണ് ഞാൻ നോക്കുന്നതും നടക്കുന്നതും എല്ലാം അങ്ങനെയായിരുന്നു. അതും അപ്രത്യക്ഷമായി. അപ്പം അതിനോടൊപ്പം തന്നെ എനിക്ക് 2 പ്രാവശ്യം കോവിഡ് വന്നതാണ്. 2020 കോവിഡ് വന്ന സമയത്ത് എൻ്റെ ശ്വാസം മുട്ട് മാറാത്ത കാരണം എക്കോ ചെയ്ത സമയത്ത് മനസ്സിലായി എനിക്ക് PFO എന്നൊരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടെന്ന്. അപ്പം ആ ഹാർട്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജനിക്കുമ്പം നമ്മൾ ആദ്യത്തെ കരച്ചിൽ കരയുമ്പോൾ നമ്മുടെ ഒരു ഓപ്പണിങ് എല്ലാവർക്കും ഉണ്ട്. അത് ആദ്യത്തെ കരച്ചിലിൽ അത് അടയും. ഇല്ല, ഇൻ കേസ് അത് അടഞ്ഞില്ലെങ്കിൽ വിതിൻ 2 ഇയേഴ്സ് ഓഫ് ലൈഫിലാണ് അത് അടഞ്ഞു പോകുന്നത്. അപ്പം എൻ്റെ അത് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മറന്നുപോയി. എൻ്റെ ബ്രെയിൻ സർജറിയുടെ സമയത്ത് പോലും ഞാൻ ഈ കണ്ടീഷൻ, എന്നോട് ഹാർട്ട് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് മറന്നുപോയിരുന്നു. മമ്മി ഒരു ദിവസം ഇതിങ്ങനെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മമ്മി തൈലം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു എനിക്കൊരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ പ്രൈവറ്റായിട്ട് കാർഡിയോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഓൾറെഡി ഒരു ബ്രെയിൻ സർജറി കഴിഞ്ഞതായതുകൊണ്ട് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് അതിന് ആർട്ടിഫിഷ്യലായിട്ട് അത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു.
അപ്പോഴത്തോട്ട് എനിക്ക് ഭയങ്കര പേടിയായി. ഇനി വീണ്ടും ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ എനിക്ക് കടന്നു പോകുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയായിരുന്നു. അപ്പോൾ എന്നും തൈലം പുരട്ടി മാതാവിനോട് പറഞ്ഞു, അടുത്ത എക്കോയിൽ ഇതുണ്ടാവരുതേ മാതാവേ, ഈ PFO അവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് എക്കോ ചെയ്ത് നോക്കിയപ്പം ആ PFO അവിടെ ഇല്ല. വിതിൻ 2 years ഓഫ് ലൈഫിൽ അടഞ്ഞു പോകേണ്ട ആ PFO ഇത്രയും പ്രായമായപ്പം മാതാവിൻ്റെ തൈലം പുരട്ടി അതടഞ്ഞു. അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത്, നമ്മുടെ മുഖത്ത് നോക്കി അവരിങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്കറിയണോ നിങ്ങളുടെ പ്രോഗ്നോസിസ്? അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിനക്കറിയണോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞ പ്രോഗ്നോസിസ് എത്ര കാലം ജീവിക്കും എന്ന് പറഞ്ഞത് വളരെ മോശമായ ഒരു സമയമായിരുന്നു എന്നോട് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ ആൻറ്റി ഇവിടെ വേറെ ലേക്ക് ഷോറിൽ ഒരു ഓൺകോളജിസ്റ്റിനെയും കണ്ടു. അപ്പോൾ അതിന് മോശമായ ഒരു പരിധിയാണ് അവരെനിക്ക് പറഞ്ഞത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ നിൻ്റെ മകൻ്റെ കൂടെ 33 വർഷം ജീവിച്ചല്ലോ. ഞാൻ എൻ്റെ മക്കൾക്ക് 8 വയസ്സും 3 വയസ്സും അല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് നീ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ മാതാവല്ലേ, എനിക്ക് സമയം കൂട്ടി തന്നെ മാതാവേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിനുശേഷമുള്ള എല്ലാ MRIയിലും ഡോക്ടേഴ്സിന് വരെ അതിശയാണ്. കാരണം എൻ്റെ കീമോതെറാപ്പിയുടെ മരുന്ന് എഫക്റ്റീവ് ആവില്ല എന്ന് അവർ വിധി എഴുതിയ ടാബ്ലറ്റ്. അതുകൊണ്ടല്ല ഞാൻ സുഖപ്പെട്ടതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ മാതാവും ഈശോപ്പയും എന്നെ സുഖപ്പെടുത്തിയത്. നോ മോർ ഗ്രോത്താണ്. അപ്പം ഞാൻ എന്നും ഈ ഉടമ്പടി, ഓൺലൈനിൽ ഉടമ്പടി കൂടുമ്പോഴും അതേപോലെ തന്നെ ഈ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ ഈ രൂപം കാണുമ്പോൾ ഞാൻ എന്നും പറയും, എൻ്റെ മാതാവേ, എനിക്ക് ഒന്ന് വന്ന അമ്മേനെ കാണാൻ പറ്റണേ. എനിക്കറിയാം എനിക്കിവിടെ വരാൻ പറ്റിയ അത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. കാരണം അവരെന്നോട് പറഞ്ഞത്, എനിക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, കാരണം ബ്രെയിനിൽ ക്യാൻസർ ആയതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്ത് ക്യാബിൻ പ്രഷറൊക്കെ കൂടുമ്പം അത് ബേസ്റ്റ് ആവാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ട്രാവൽ ക്ലിയറൻസ് എനിക്ക് തന്നിരുന്നില്ല. അപ്പോൾ അതിനുശേഷമുള്ള എൻ്റെ 3 MRIയും നോർമലായിരുന്നു. അപ്പോൾ എനിക്ക് അവർ ഈ ലാസ്റ്റ് ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ ജാനുവരിയിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കംപ്ലീറ്റായി. അതിന് ശേഷമുള്ള MRIയും ഓക്കെ ആയിരുന്നു. അപ്പോൾ അവരെനിക്ക് ഫ്ലൈറ്റ് ട്രാവൽ ക്ലിയറൻസ് തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അപ്പം ഫ്ലൈറ്റിൽ വെച്ച് എൻ്റെ പപ്പയ്ക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ രാത്രിയിൽ പപ്പയുടെ അടുത്തുനിന്ന് ഒരു പ്രത്യേകതരം ഒച്ച കേട്ടു. അപ്പോൾ ഞാൻ ഫുൾ ടൈം 12 hours ഫ്ലൈറ്റ് ഉണ്ട്. ആ സമയത്ത് മൊത്തം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ജപമാലയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരുന്നു. മാതാവേ, സഞ്ചാരി മാതാവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, നീ സഞ്ചാരി മാതാവല്ലേ, ഫ്ലൈറ്റിൽ നീ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം പപ്പയുടെ അടുത്തുനിന്ന് ഒരു പ്രത്യേക സൗണ്ട് കേട്ട് നോക്കിയപ്പോഴത്തേക്കും പപ്പ അൺറെസ്പോൺസീവായിരുന്നു. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ ഉറക്കം വിളിച്ചു. അപ്പോഴത്തേക്കും ഫ്ലൈറ്റിലുള്ള വേറെ ആൾക്കാർ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കംപ്രഷൻ കൊടുത്തു. പപ്പ പിടിയിന്ന് എഴുന്നേറ്റു. അതിനുശേഷം ഇവിടെ വന്നു. പപ്പ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ പപ്പയ്ക്ക് ചെറിയൊരു സ്ട്രോക്കും ഒക്കെ വന്നാന്നാണ് അവർ പറഞ്ഞ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, മാതാവാണ് ആ സമയത്ത് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതും ഞങ്ങളെ ഇവിടെ സേഫായിട്ട് എത്തിപ്പിച്ചതും എന്നുള്ളതിന് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. പണ്ടൊരു സൺഡേ ക്രിസ്ത്യൻ മാത്രമായിരുന്നു ഞാൻ. സൺഡേയിൽ മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കീമോ ചെയ്യുന്ന ഒരാളുടെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അന്നേരം എൻ്റെ ഹസ്ബൻഡും എല്ലാവരും പറയും, നിനക്ക് പറ്റുമോ? ഞാൻ സിക്ക് ബാഗും പിടിച്ചിട്ടാണ് പള്ളിയിൽ പോണതും കുർബാന കണ്ടത്. പക്ഷെ ഒരിക്കലും കുർബാനയുടെ സമയത്തോ കുർബാന സ്വീകരിച്ചതിന് ശേഷവും ഞാൻ ഒമിറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ഞങ്ങൾ ആദ്യത്തെ MRI കഴിഞ്ഞ് അതിലൊരു ഗ്രോത്തും ഇല്ല എന്ന് മനസ്സിലാക്കി ഞങ്ങളെല്ലാ ആഴ്ചയിൽ ഒരു ദിവസം 12 hour ചെയിൻ റോസറി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമായിരുന്നു. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം, അങ്ങനെ പറ്റുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും അവിടെ ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചേച്ചി ഇവിടെ ഒക്ടോബറിൽ വന്ന് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ ഇൻഷുറൻസിൻ്റെ പൈസ അവർ എന്ത് ചെയ്തിട്ടും തരാൻ കൂട്ടാക്കാതെ ഓരോ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുമായിരുന്നു. അപ്പോൾ അത് മാതാവിന് ഇവിടെ വന്ന് ചേച്ചി വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ടും അത് കിട്ടി, ഒരു കുഴപ്പമില്ലാതെ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഒരു ഹോൾട്ടർ മോണിറ്റർ ടെസ്റ്റ് ചെയ്തപ്പം 2nd degree ഹാർട്ട് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു.
ഞങ്ങൾ ഇവിടെ വന്ന് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പം കാർഡിയോളജിസ്റ്റ് പറഞ്ഞു ഹസ്ബൻഡിന് ഒരു പേസ് മേക്കർ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഞങ്ങൾ 12th ഏർലി മോർണിംഗിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്, നാട്ടിൽ വന്നത്. അപ്പോൾ 14th ഞങ്ങളിവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിലൊരു നിയോഗമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിന് പേസ് മേക്കർ ഒന്നും വേണ്ടി വരരുതേ, ഇവിടുത്തെ ഹോൾട്ടർ മോണിറ്ററിൽ ഒരു കുഴപ്പം ഉണ്ടാവല്ലേ എന്ന്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഹോൾട്ടർ മോണിറ്റർ ചെയ്തു. ഹോൾട്ടർ മോണിറ്റർ ടെസ്റ്റിൽ ഹസ്ബൻഡിന് ഒരു ഹാർട്ട് ബ്ലോക്കും ഇല്ല, ഒരു ഇൻ്റർവെൻഷൻസും അതിന് വേണ്ട. അതേപോലെ തന്നെ ഒത്തിരി 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 അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോയും കൂടി ഞങ്ങൾക്ക് തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.